ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചീഞ്ഞളിഞ്ഞു നിൽക്കുകയാണ് CPM-ഉം ആ പാർട്ടി നേതൃത്വം നൽകുന്ന LDF മുന്നണിയും. ഇതിനോടകം 4 സഖാക്കളാണ് ഈ കേസിൽ അറസ്റ്റിലായി ജയിലിലാക്കപ്പെട്ടിരിക്കുന്നത്. CPM മാത്രമല്ല കേട്ടോ, ഈ കേസിൽ CPM-ന്റെ സന്തത സഹചാരി കൂടിയായ LDF-ലെ രണ്ടാമത്തെ കക്ഷിയായ CPI-യും കൂട്ടുപ്രതിയാണ്. CPI-യുടെ ഒരു നേതാവിനെയും കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് മൊത്തത്തിൽ 4 സഖാക്കൾ ഈ കേസിൽ അറസ്റ്റിലായി ജയിലിലായിരിക്കുന്നത്. ഇതിൽ 3 സഖാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. 4ാമത്തെ സഖാവ് CPI-യുടെ നേതാവ്, അദ്ദേഹം അസുഖ കാരണങ്ങളാൽ റിമാൻഡ് ചെയ്ത് ആശുപത്രിയിൽ തന്നെ കഴിയുകയാണ്. ഈ 4 സഖാക്കന്മാരിൽ 3 സഖാക്കന്മാരും CPM-ന്റെ നേതാക്കളാണ്. ഒരാൾ മാത്രമാണ് CPI-ക്കുള്ളത്. അങ്ങനെ CPM-ഉം CPI-യും ചേർന്നുള്ള ഒരു കൂട്ടുമുന്നണി പോലെ തന്നെ ഒരു കൂട്ട് കച്ചവടമായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. ആ കേസിൽ അങ്ങനെ നാണം കെട്ട് തൊലി ഉരിഞ്ഞ് പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ് LDF മുന്നണിയും ഒപ്പം തന്നെ CPM-ഉം. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കേസിൽ ചില അട്ടിമറികൾക്കുള്ള നീക്കം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ കേസിന്റെ അന്വേഷണത്തിന്റെ വഴി ഗതി തിരിച്ചുവിടുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്ന തരത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ പോകുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ് ഈ 2017 മുതൽ നടന്നിരിക്കുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഹൈക്കോടതി തന്നെ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടു പോകുന്നത്. ഇതിനോടകം 12 പ്രതികളാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ശബരിമല തന്ത്രി ഉൾപ്പെടെ ഉള്ളവരാണ് ഈ കേസിൽ അറസ്റ്റിലായി ജയിലിലായിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ 2017 ശബരിമലയിലെ സ്വർണ്ണ കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടും ഉള്ള അന്വേഷണത്തിലേക്ക് SIT നീങ്ങുന്നത്. അത് എന്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് SIT നീങ്ങുന്നത് എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഈ പറയുന്ന ശബരിമലയിലെ പ്രമാദമായ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് അത് എങ്ങും എത്താതെ ഒരു വഴിക്കിങ്ങനെ നിൽക്കുകയാണ്. അതിൽ ആദ്യം അറസ്റ്റിലാകപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി, 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹത്തിന്റെ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് 90 ദിവസം പൂർത്തിയായിരിക്കുകയാണ്. രണ്ടാമതൊരു കേസ് കൂടിയുണ്ട്. ആ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ജാമ്യത്തിലിറങ്ങി പുറത്തു പോകുന്ന ഒരു സാഹചര്യമില്ല. എങ്കിൽ പോലും അധികം താമസിയാതെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യത്തിനുള്ള അർഹത ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ആ അന്വേഷണത്തിന്റെ വഴി തിരിച്ചുവിടുന്ന രീതിയിൽ 2017 സ്വർണ്ണ കൊടിമരം മാറ്റിസ്ഥാപിക്കലുമായി ബന്ധപ്പെട്ടും അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിൽ ആരൊക്കെ കൊള്ള നടത്തിയിട്ടുണ്ടോ അതെല്ലാം തന്നെ പുറത്തു വരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2017 അല്ല, അതിന് മുൻപുള്ള അന്വേഷണങ്ങളും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അക്കാര്യം ഇന്നും ഇന്നലെയും ഒക്കെ തന്നെ തുറന്നു പറയുന്നുമുണ്ട്. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള, രാജ്യത്തെ തന്നെ പിടിച്ചുലച്ചിരിക്കുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കേസ്, അതിൽ കുറ്റപത്രം സമർപ്പിക്കാതിരുന്നാൽ ഈ പ്രതികൾക്കെല്ലാം തന്നെ സ്വാഭാവിക ജാമ്യത്തിനുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി 1ാം കേസിൽ അറസ്റ്റിലായത് 3 മാസം മുൻപാണ്. ഒക്ടോബർ 17 ഉണ്ണികൃഷ്ണൻ പോറ്റി 1ാമത്തെ കേസിൽ അറസ്റ്റിലാകുന്നത്. ഇന്ന് 3 മാസമായിരിക്കും, 90 ദിവസം പൂർത്തിയായിരിക്കുന്നു. 90 ദിവസത്തിനകത്ത് ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പ്രതിക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട്. എന്നാൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 2 കേസുകളാണുള്ളത്. ഒന്ന് ദ്വാരപാലക ശില്പങ്ങൾ കൊള്ളയടിച്ച കേസ്, ഒന്ന് കട്ടിളപ്പാളികൾ കൊള്ളയടിച്ച കേസ്. അങ്ങനെ 2ാമത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നവംബർ 3-നാണ്. അങ്ങനെ വരുമ്പോൾ ഫെബ്രുവരി 3-ന് ആണ് ഈ 90 ദിവസം പൂർത്തിയാകുന്നത്. അപ്പോൾ അതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. എന്നാൽ ഈ പറയുന്ന ഫെബ്രുവരി 3-ലേക്ക് ഇനിയിപ്പോൾ അധികം ദിവസമൊന്നുമില്ല. ഇന്ന് ജനുവരി 17 ആയിരിക്കുന്നു. 16 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 16 ദിവസം കഴിഞ്ഞാൽ ഇതിനകത്ത് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോടതിയെ ജാമ്യത്തിനായിട്ട് സമീപിക്കാം. അത്തരത്തിൽ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ 2 കേസുകളിലെയും 1ാമത്തെ പ്രതിയായിട്ടുള്ള ഈ കൊള്ളയ്ക്ക് എല്ലാ ഗൂഢാലോചനകളും നടത്തിയ കിങ് പിന്നായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതൊന്നും തന്നെ പരിഗണിക്കാതെ, അതിന് പ്രാധാന്യം കൊടുക്കാതെ, ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ആശങ്ക ഉള്ളതായിട്ട് തോന്നിപ്പിക്കാത്ത തരത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. 2017 ഈ കേസുകൾ, ഈ വിഷയങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഈ പ്രമാദമായ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് അന്വേഷണ സംഘത്തിന് കാലതാമസം ഉണ്ടാകും എന്നത് അവർക്ക് മനസ്സിലാകാത്തതാണോ, അതോ അറിഞ്ഞിട്ടും അവർ മറ്റാരെങ്കിലും ഒക്കെ ഈ പ്രതികളെയൊക്കെ തന്നെ രക്ഷിക്കാനുള്ള നീക്കം നടത്തുകയാണോ എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തായാലും
ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പ്രതിരോധത്തിൽ നിൽക്കുന്ന CPM-നൊക്കെ തന്നെ ഇപ്പോൾ പിടിവള്ളി ആയിരിക്കുന്നത് 2017 കൊടിമരം മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അന്ന് ദേവസ്വം ബോർഡ് ചെയർമാനായിട്ട് പ്രസിഡന്റായിട്ട് ഇരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന മുൻ MLA ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ബോർഡിലെ മറ്റൊരു അംഗമായിട്ടുണ്ടായിരുന്നത് അജയ് തറയിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുൻ MLA ആണ്. ഒപ്പം തന്നെ മറ്റൊരു അംഗം അത് CPM-ന്റെ ഒരു നേതാവ് K രാഘവൻ എന്ന് പറയുന്ന നേതാവാണ്. അത്തരത്തിൽ 3 അംഗങ്ങളാണ് അവിടെയുള്ളത്. ആ ബോർഡിന്റെ കാലത്താണ് ഈ 2017 ഇതുപോലെ ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നത്. എന്നാൽ ആ കാര്യങ്ങളൊക്കെ തന്നെ നടന്നത് അന്ന് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്. ഹൈക്കോടതി അതിനായിട്ട് പ്രത്യേക ഒരു അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുകയും ASP കുറുപ്പ് എന്നും ഉള്ള ഒരു അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുകയും അദ്ദേഹത്തിന്റെ പൂർണ്ണമായ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് അന്ന് ആ കൊടിമരം മാറ്റി സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രക്രിയകളും പ്രവർത്തനങ്ങളും നടന്നത്. ആ കൊടിമരത്തിൽ മാറ്റി സ്ഥാപിച്ചപ്പോൾ പഴയ കൊടിമരം, കോൺക്രീറ്റ് കൊടിമരം, അത് ഇളക്കിയപ്പോൾ അതിന് മുകളിലുണ്ടായിരുന്ന വാജിവാഹനം, അയ്യപ്പന്റെ വാഹനമാണ് കുതിരയാണ് വാജിവാഹനം എന്ന് പറയുന്നത്. ആ വാജിവാഹനം 11 കിലോയോളമുള്ളതാണ്. പഞ്ചലോഹ വിഗ്രഹത്തിൽ തീർത്ത് സ്വർണം പൊതിഞ്ഞ വാജിവാഹനം അത് താഴെ ഇറക്കി അത് താന്ത്രിക വിധി പ്രകാരം തന്ത്രിക്ക് കൈമാറിയ ഒരു ചടങ്ങുണ്ടായിരുന്നു. അങ്ങനെ അന്ന് ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനാണ് താന്ത്രിക വിധി പ്രകാരം അനുസരിച്ചുകൊണ്ട് ആ വാജിവാഹനം തന്ത്രിക്ക് കൈമാറുന്നത്. എന്നാൽ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPM ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിനെയും ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. എന്നാൽ അത് അത്തരമൊരു ചടങ്ങ്, ആ വാജിവാഹനം കൈമാറുന്ന ചടങ്ങ് നടന്നത് ഒരു പൊതുവായിട്ടുള്ള ഇടത്തിലാണ്. ധാരാളം ആളുകൾ നിൽക്കുകയാണ്, മാധ്യമങ്ങളും എല്ലാം ഉൾപ്പെടെ നിൽക്കുകയാണ്. ആ മാധ്യമങ്ങളിലൊക്കെ, ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ അതിന്റെ ദൃശ്യങ്ങളും എല്ലാം ഉണ്ട്. കൈമാറുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ചടങ്ങുകളുടെയും ദൃശ്യങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ നടന്ന ഒരു ചടങ്ങാണത്. ആ ചടങ്ങിനെ മുൻനിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതിൽ ക്രമക്കേടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാക്കളെയും ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാക്കാൻ CPM-ഉം ഒപ്പം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം നോക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കൊടിമരം മാറ്റി സ്ഥാപിച്ചതിലും ക്രമക്കേട് ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് നടത്തുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന ഒരു വിഷയമാണ്. ഏതെങ്കിലും തരത്തിൽ അത്തരം ഒരു ക്രമക്കേട് ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് തന്നെ അമിക്കസ് ക്യൂറി അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ അവിടെ സമർപ്പിക്കുമായിരുന്നു. ഓരോ ആഴ്ചയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ റിപ്പോർട്ടുകൾ ഈ അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ട് എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ സുതാര്യമായി നടന്നിരിക്കുന്ന ഒരു ചടങ്ങിനെ ഈ പറയുന്ന പോലെ തങ്ങൾക്ക് ഈ പ്രതിരോധത്തിലായി നിൽക്കുന്ന സമയത്ത് ഒരു കച്ചിത്തുരുമ്പ്, ഒരു പിടിവള്ളി എന്ന നിലയിൽ CPM ഒക്കെ തന്നെ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അന്നത്തെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കി, അല്ലെങ്കിൽ കോൺഗ്രസിനെയും പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടക്കുന്നു. അവിടെയാണ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ, അവരുടെ ആ അന്വേഷണത്തിന്റെ ഗതി വഴിമാറി പോകുന്നു എന്ന സംശയങ്ങൾ ഉയരുന്നത്. ഇപ്പോൾ വളരെ പ്രമാദമായിട്ടുള്ള ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസ്, അതിന്റെ അന്വേഷണം പൂർത്തിയാക്കി അതിന്റെ ചാർജ് ഷീറ്റ് സമർപ്പിക്കേണ്ട ഒരു അനിവാര്യത നിലനിൽക്കെയാണ് ഈ പറയുന്നത് പോലെ അന്വേഷണ സംഘം വേറെ ആരുടെയോ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോൺഗ്രസുകാരനെങ്കിലും ഇക്കാര്യത്തിൽ പ്രതിപട്ടികയിലാക്കി ജയിലിൽ അടയ്ക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ചില നീക്കങ്ങൾ, കുത്സിതമായ ചില നീക്കങ്ങൾ നടത്തുന്നോ എന്ന സംശയം പൊതുസമൂഹത്തിന് തോന്നുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത്. എന്തായാലും അന്ന് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അദ്ദേഹം തികഞ്ഞ ഒരു ഭക്തനാണ്. അത്തരത്തിൽ ഒരു ഭക്തനായിട്ടുള്ള ഒരു പ്രസിഡന്റ് അദ്ദേഹം താന്ത്രിക വിധി പ്രകാരം ചെയ്ത ഒരു കാര്യം, അതിനെ വലിയ രീതിയിലുള്ള ഒരു കൊള്ളയാണ്, അല്ലെങ്കിൽ ഒരു ഈ സ്വർണം 2017-ലും 2019-ലും ഒക്കെ തന്നെ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാലുകളും ഒക്കെ സഖാക്കന്മാർ അടിച്ചു മാറ്റിയത് പോലെയുള്ള ഒരു കൊള്ളയാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഹീനമായ ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ അവിടെ സ്വർണ്ണക്കൊടിമരം മാറ്റി സ്ഥാപിച്ചതിൽ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ട് എങ്കിൽ അതിൽ ഒരുപക്ഷെ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും അംഗമായിരുന്ന അജയ് തറയിലിനും ഉള്ളതിനേക്കാൾ, അല്ലെങ്കിൽ ഉള്ളതിന്റെ അത്രയും ഒരു ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഈ പറയുന്ന CPM-നുണ്ട്. കാരണം 2017 എന്ന് പറയുന്നത് 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടമാണ്. അത് ദേവസ്വം മന്ത്രിയായിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്.
അപ്പോൾ അവർക്കൊക്കെ തന്നെ ഇതിന്റെ കൂടുതൽ ഉത്തരവാദിത്തം വരുന്ന രീതിയിലേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഈ നിലവിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസന്വേഷണം അത് വഴിതിരിച്ചു വിടാനുള്ള ചില നീക്കങ്ങൾ ബോധപൂർവമായിട്ട് നടക്കുന്നുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്നത്. അപ്പൊ അതിന് 2012 പുറത്തിറങ്ങിയ ദേവസ്വം ബോർഡിന്റെ ഒരു ഉത്തരവ് ഈ പറയുന്ന പോലെ കൊടിമരം ഉൾപ്പെടെയുള്ള മാറ്റി സ്ഥാപിക്കുമ്പോൾ അതിനകത്തുള്ള വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അയ്യപ്പന്റെ എന്തെങ്കിലുമൊക്കെ വിഗ്രഹങ്ങളും എല്ലാം തന്നെ അത് ദേവസ്വം സ്വത്തായിട്ട് പരിഗണിച്ച് ദേവസ്വത്തിന് കൈമാറണം എന്നൊക്കെയാണ് ആ ഉത്തരവിൽ പറയുന്നത്. അതേസമയം തന്നെ 2016 ദേവസ്വം ബോർഡ് മറ്റൊരു ഉത്തരവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ഉരുപ്പടികളൊക്കെ തന്നെ സ്വത്തുക്കളൊക്കെ തന്നെ അത് താന്ത്രിക വിധി പ്രകാരം തന്ത്രിക്ക് കൈമാറാവുന്നതാണ് എന്നും പറയുന്നുണ്ട്. അത്തരത്തിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള ചില ഉത്തരവുകൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഇറങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന താന്ത്രിക വിധി പ്രകാരമുള്ള ചില കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ തന്നെ പരിഗണിച്ച് വേണം ഈ വാജ്യവാഹനം കൈമാറുന്നതിൽ ക്രമക്കേടുണ്ടോ എന്നെ സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ. അതിൽ അന്വേഷണം നടക്കട്ടെ, ക്രമക്കേടുണ്ടെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം കണ്ടുപിടിക്കട്ടെ, അതിനകത്ത് മറ്റൊരു എതിരഭിപ്രായമില്ല. പക്ഷേ ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുമ്പോൾ അത് കൂടുതൽ സങ്കീർണമാക്കുന്ന തരത്തിൽ ആ അന്വേഷണം പാടെ മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ സ്വർണ്ണക്കൊള്ളയിലെ കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അത് ആ കേസിലെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയൊരുക്കും. അത് ഉണ്ണികൃഷ്ണൻ പൂറ്റിയാകട്ടെ, എൻ വാസു ആകട്ടെ, പത്മകുമാർ ആകട്ടെ, വിജയകുമാർ ആകട്ടെ, അത്തരത്തിൽ മുരാരി ബാബു ആകട്ടെ, അത്തരത്തിലുള്ള പ്രതികൾക്കൊക്കെ തന്നെ ജാമ്യം കിട്ടി പുറത്തു വന്ന് തെളിവ് നശിപ്പിക്കാനും അവർക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ഒരുക്കുന്ന ഒരു സാഹചര്യമായിട്ട് അത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ഈ കേസിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന CPM-നെയും CPM-ന്റെ നേതൃത്വത്തെയും തൃപ്തിപ്പെടുത്തുന്നതായിട്ട് ഏതെങ്കിലും തരത്തിൽ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? ആ ഇടപെടലുകളുടെ ഭാഗമായിട്ട് അന്വേഷണ സംഘം അവരുടെ നിലവിലെ ആ ഉത്തരവാദിത്തത്തിൽ നിന്നും അവർ വ്യതിചലിക്കുന്നുണ്ടോ എന്ന വളരെ ഗൗരവമായിട്ടുള്ള ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഉയരുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും അന്വേഷണ സംഘം ചെയ്യേണ്ടത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുക എന്നതാണ്. ഈ നിലവിൽ ശബരിമലയിൽ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളുടെയും ഒപ്പം തന്നെ കട്ടളപ്പാടുകളുടെയും സാമ്പിൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയുടെ ഫലം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് അതിന്റെ രാസപരിശോധനാ ഫലം നടന്നത്. ആ വിഗ്രഹങ്ങളുടെയും സ്വർണത്തിന്റെയും ഒക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന ഒരു പരിശോധനയായിരുന്നു അത് ഈ കേസിൽ വളരെ നിർണായകമാണ്. ആ റിപ്പോർട്ട് VSSCയിൽ നിന്നും ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. ഇന്ന് ആ വിജിലൻസ് കോടതി ആ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇനി പോകേണ്ടതുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. കാരണം ഈ കൊണ്ടുവച്ചിരിക്കുന്നത് ഈ രാസപരിശോധന ഫലത്തിൽ എന്താണ് പറയുന്നത് എന്ന് നിർണായകമാണ്. ആ നിലവിൽ ഇപ്പോൾ ശബരിമലയിൽ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളും പട്ടളപ്പാടികളും ഒക്കെ തന്നെ അതിന്റെ കാലപ്പഴക്കം ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ പഴയ ശില്പങ്ങളല്ല, വിഗ്രഹങ്ങളല്ല എന്നാണ് റിപ്പോർട്ടിലുള്ളത് എങ്കിൽ വളരെ സങ്കീർണമായ രീതിയിലേക്ക് ഈ അന്വേഷണം പോകുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും CPM-നെ സംബന്ധിച്ച് കൂടുതൽ പ്രതിരോധത്തിലാകുന്ന തരത്തിലാണ് ഇതിന്റെ അന്വേഷണം ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകുന്നത്. 2017 ഈ സ്വർണ്ണക്കൊടിമര വിഷയത്തിലേക്ക് പോയാൽ പോലും അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ, ഒപ്പം തന്നെ അതിനു മുൻപുള്ള ഈ പറയുന്ന ദേവസ്വം ബോർഡിൽ അംഗമായിരുന്ന KP കുമാരൻ എന്ന് പറയുന്ന CPM-ന്റെ മുൻ MLA, പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരിക്കുന്ന ബോർഡിൽ അംഗമായിരുന്ന KP കുമാരൻ എന്ന് പറയുന്ന CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA ഒക്കെ ആയിരുന്ന അംഗം ഉൾപ്പെടെ ഉള്ള ഒരു ബോർഡാണ് ഈ സ്വർണ്ണക്കൊടിമരം മാറ്റുന്നത് ഉൾപ്പെടെ തീരുമാനമെടുത്തത്. അപ്പോൾ അവർക്കുൾപ്പെടെ ഇക്കാര്യത്തിൽ കൂടുതൽ പങ്ക് ഉണ്ടോ എന്ന കാര്യത്തിൽ എല്ലാം തന്നെ വലിയ ഒരു സംശയം ഉയരും. കടകംപള്ളി സുരേന്ദ്രന് കൂടുതൽ കുരുക്കുമുറുകുന്ന രീതിയിലേക്കൊക്കെ തന്നെ ആ അന്വേഷണം പോകും. നിലവിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ 2017-ലും 2019-ലും നടന്ന സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ തന്നെ സംശയ നിഴലിലാണ്. ഇതിന് ഒരു തവണ കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘം. അപ്പോൾ ഈ 2017-ലെ കേസ് കൂടി വരുമ്പോൾ കൂടുതൽ കടകംപള്ളിക്ക് കുരുക്കുമുറുകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരുപക്ഷെ കടകംപള്ളിയെ കുരുക്കാനായിട്ട് ഇനി പാർട്ടിയിൽ നിന്ന് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടോ എന്ന് പോലും സംശയിക്കാവുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്നതിൽ യാതൊരു സംശയവുമില്ല.